അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും ഇറാന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം തെഹ്റാനിൽ ചേർന്ന വിശ്വാസി അഭിമുഖത്തോടനുബന്ധിച്ചാണ് ഇറാന്റെ ആത്മീയ നേതാവും സുപ്രീം ലീഡറുമായ ആയത്തുള്ള അലി ഖംനായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. വാണിജ്യ രാഷ്ട്രീയ ബന്ധം ഉടനെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ളത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. മാരകവും ഭയാനകരവുമായിരിക്കുന്ന ഒരു യുദ്ധം പിറവിയെടുക്കാൻ പോകുന്നു. അതിന് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്സഹകരണം വലിയ വിഷയമാണ്. ചില നിലപാട് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ആയത്തുള്ള അലി ഖംനായുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിശബ്ദത, നിഷ്ക്രിയത്വം അതൊരിക്കലും ഫലം കാണില്ല. കരാർ വ്യവസ്ഥയും ഉപദേശ നിർദ്ദേശവും ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കിയാൽ അവരത് പാലിക്കുകയില്ല. ഒറ്റപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവരുമായിട്ട് കൂട്ടുകൂടാനും പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിരിക്കുന്ന അസ്തിത്വമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നവരാണ് എന്നതിനാൽ സയനിസത്തിൻ്റെ മുൻപിൽ കീഴടങ്ങാനോ തോൽക്കാനോ നമ്മൾക്ക് സൗകര്യമില്ല. ആയതിനാൽ അവരുമായിട്ടുള്ള സമീപന രീതിയിൽ വലിയ മാറ്റങ്ങൾ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: വരാൻ പോകുന്നത് മാരകമായിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ ഇനി വളരെ കണിശമായിരിക്കുന്ന മാരകമായിരിക്കുന്ന ഒരു യുദ്ധം വരാൻ പോകുന്നു. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ എടുത്തിരിക്കുന്നു. അതിൻ്റെ സംവിധാനത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു കോർഡിനേഷൻ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാന് നേരെ ആക്രമണം നടത്തി യുദ്ധം അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ തങ്ങൾ പുനരുദ്ധാരണം ചെയ്തുകൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് ജൂത ഒറ്റുകാരെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ കനത്ത ശിക്ഷ നൽകിയിട്ടുണ്ട്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിനെ വളരാൻ അനുവദിച്ചാൽ, അദ്ദേഹം പറയുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇസ്രായേലിനെ വളരാൻ അനുവദിച്ചാൽ മുസ്ലിം രാജ്യങ്ങൾ തലകുത്തി വീഴും. അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് പിന്നീടൊരു പുനരുദ്ധാരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഉണ്ടാവുകയില്ല. ഭരണം പോയ ഒരു മുസ്ലിം രാജ്യങ്ങളിലും പിന്നീട് സമാനമായിരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാക്കാൻ വേണ്ടി ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഭരണം പോയ ഒരു രാജ്യങ്ങളിലെല്ലാം അമേരിക്കൻ ഇസ്രായേലിൻ്റെ അടിമകളാണ് പിന്നീട് ഭരണം നടത്തിയത്. നമ്മുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ ഒരു തരത്തിലുള്ള അംഗീകാരമോ സ്വാതന്ത്ര്യമോ നൽകാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് പിന്നീട് ഈ മേഖലയിൽ നിന്നെല്ലാം ലോകം കണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അഭിമാനവും അന്തസ്സും നിലനിൽക്കണമെങ്കിൽ ജൂത സയനിസം തകർന്നടിയണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ഒരാളെ നേരെയും ആക്രമണത്തിന് പോകാൻ പാടില്ല. നമ്മൾക്ക് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതാക്കുക എന്നുള്ളത് അനിവാര്യവുമാണ്. ആ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ്റെ മണ്ണിലാണ്. അവർ ഇങ്ങോട്ട് കൈയേറിയതാണ്. അവർ ഒഴിഞ്ഞു പോകുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രതിരോധിക്കാൻ സർവ്വതും കയ്യിലുണ്ടായിരുന്നിട്ടും അത് പാലിക്കാതെ സ്വയം പരാജയപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത്. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. അതിനവർ പറയുന്നത് വാളെടുത്ത് യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല യുദ്ധരീതി എന്ന് പറയുന്നത്. പകരം എന്ത് ചെയ്യണം? വാണിജ്യ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധത്തിൽ ഉപരോധമുണ്ടാവണം. ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കണം. ശീതസമര യുദ്ധത്തെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, 50 വർഷത്തിലേറെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതസമരം നടത്തി. ആ ശീതസമരം നടത്തി എന്ന് പറയുന്നത് വാളുകൊണ്ടുള്ളതോ തോക്കുകൊണ്ടുള്ളതോ യുദ്ധമായിരുന്നില്ല, മാനസിക നയതന്ത്ര യുദ്ധമായിരുന്നു. രണ്ട് രാജ്യത്തിനും ഭീമമായിരിക്കുന്ന പരാജയവും നഷ്ടങ്ങളും ഉണ്ടായി എന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് അവർ യോജിപ്പിൻ്റെ ഒരു മേഖലയിലേക്ക് എത്തി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നിങ്ങൾക്ക് പെട്രോളിയം തടയാനുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുണ്ട്. അത് നിങ്ങളുടെ ഭൂദേശത്തിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല.
വാണിജ്യമായിരിക്കുന്ന കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പുതിയ പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാർ അബുദാബി UAE ഇപ്പോൾ ഒരു കരാറുണ്ടാക്കി, ഇസ്രായേലുമായിട്ടുള്ള കരാറുണ്ടാക്കി എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കുന്ന വിറ്റഴിക്കൽ വിപണി ഉണ്ടാക്കുകയാണ്. സ്വതന്ത്രമായ രീതിയിലുള്ള കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ UAE കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ആവശ്യമില്ല. UAE ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ കൊണ്ടുവച്ച് വിൽക്കാനോ അവിടെയും ടാക്സ് ആവശ്യമില്ല. അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിപണി ഇവിടെയുള്ള ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഭയാനകരമാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ UAE നിർമ്മിത വസ്തുക്കൾ എന്താണ് ഇസ്രായേലിന് കൊടുക്കാനുള്ളത്? ഒന്നുമില്ല, വളരെ കുറവുള്ളത് മാത്രം. എന്ന് വെച്ചാൽ 100-ൽ 1 പോലും UAE ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ വിറ്റഴിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക നിർമ്മിച്ച് അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് വരുമാനങ്ങളൊന്നും UAEക്ക് ലഭിക്കാനില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാണിജ്യ കരാർ വ്യവസ്ഥ പ്രകാരം. പകരം ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട്. അത് UAE വിൽപ്പന നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് ഇസ്രായേലിന്റെ തന്ത്രമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോയി. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആകാശ ഇടപാടുകൾ, ആകാശത്തിലൂടെയുള്ള യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഇസ്രായേലിന്റെ വിമാനങ്ങൾ അറബ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോഴും ചില അറബ് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നു. അത് ഇടപാടുകളാണ്. ആകാശം തമ്മിലുള്ള പരസ്പരം അങ്ങോട്ടുള്ള കരാർ വ്യവസ്ഥ. കടലുമായിട്ട് കരാർ വ്യവസ്ഥയുണ്ട്, കരയുമായിട്ട് കരാർ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ വാണിജ്യ രാഷ്ട്രീയ ബന്ധമായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അത് അവസാനിപ്പിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഓരോരോ ദിവസവും ഡസൻ കണക്കിന് പാലസ്തീനികളെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് മൗനം പാലിച്ചുകൊണ്ട് പത്രസമ്മേളനം വിളിച്ച് പ്രതിഷേധിക്കുന്നതിന് പകരം പ്രതിരോധിക്കുകയാണ് വേണ്ടത്. മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാര്യം, ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം സഹകരിച്ച് നിൽക്കുക എന്നുള്ളത് വിശ്വാസികളുടെ നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ്. ആരാണോ ഇസ്രായേലിന് വേണ്ടിയിട്ട് സഹായങ്ങൾ നൽകുന്നത് അത് നിർത്തൽ ചെയ്യുകയും അവരുമായിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട കാര്യം, അതേ സമാനമായിരിക്കുന്ന വാണിജ്യ ഇടപാടുമായിട്ടുള്ള ബന്ധക്കാര്യം നിരോധിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി നിലപാട് പറയുകയും ഇസ്രായേലിനെ ഭീകര രാജ്യമാണ് എന്ന് തുറന്നു കാണിക്കുകയും വേണം. ആ നിലപാടുകൾ അറബ് രാജ്യങ്ങൾക്ക് നിന്ന് ഉണ്ടാവണം എന്ന് അന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായും നടന്നു നീങ്ങുന്നത്. അയാൾ ഈ നിലപാട് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതും പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ യുദ്ധഭൂമികയിലാണ് ഇറാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം. ഇതിന് മുൻപ് പറയപ്പെട്ട കാര്യത്തിൻ്റെ ഒരു ആവർത്തനം കൂടി അദ്ദേഹം പറഞ്ഞു. അറേബ്യൻ രാജ്യങ്ങളിൽ പരമാവധി രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് എയർ ബേസുകളും സൈനിക സംവിധാനങ്ങളും താവളങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന വിമാനത്തിന് ആ രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമില്ല എന്നുള്ളത് കൃത്യമാണ്. കാര്യം അവരുടെ രാജ്യം പോലെയാണ് അവരുടെ കോളനികളെ ആക്കിയിട്ട് അവർ ആ ദേശങ്ങളെ കൊണ്ടു നടക്കുന്നത്. നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അമേരിക്കക്ക് നൽകുന്നത് കൊണ്ടോ അവരുടെ വിമാനത്താവളം ഉണ്ടാക്കുന്നത് കൊണ്ടോ അവരുടെ വിമാനങ്ങൾ വരുന്നത് കൊണ്ടോ പോകുന്നത് കൊണ്ടോ നമ്മൾക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിലേക്ക് അമേരിക്കയുടേതായിട്ട് വരുന്ന വിമാനത്തിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഭാവിയിൽ അത് നിങ്ങളെ തന്നെ തിരിഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. വരുന്ന വിമാനത്തിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഇത് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്നുള്ളതും പോകുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും അറിയുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ നിന്ന് എത്രത്തോളം അറബ് രാജ്യങ്ങൾ പിന്നോക്കം നിൽക്കുന്നോ അത്രത്തോളം ഭാവി ദുരന്തങ്ങൾ അവർ പ്രതീക്ഷിക്കുക തന്നെ വേണം എന്നുകൂടി ഇദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ഏതായിരുന്നാലും പുതിയൊരു പ്രഖ്യാപനങ്ങളും പുതിയൊരു ഉത്തരവുകളുമാണ് ആയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ പരമാവധി അറബ് രാജ്യങ്ങളിലെ മീഡിയകളെല്ലാം കവറേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൊടുങ്കാറ്റായി ഖംനായി എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ചില മീഡിയക്കാരൊക്കെ ഇതിൻ്റെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വാണിജ്യ രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കണം, ഇതൊരു താക്കീതോ മുന്നറിയിപ്പോ ആയിട്ട് കാണണം എന്ന് പോലും എഴുതിയ പത്രങ്ങളുണ്ട്. അതായത് അറബ് രാജ്യങ്ങളിലെ പത്രങ്ങളും അത് മീഡിയകളുമൊക്കെ ഏറെക്കുറെ ഇറാൻ്റെ നിലപാടിനോടും നയ സമീപനങ്ങളോടൊക്കെ യോജിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.